രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സമ്മതിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. 3 വാർഡുകൾ പുതിയ സർജിക്കൽ ബ്ലോക്കിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അകാരണമായ ആരെയും ഡിസ്ചാർജ് ചെയ്യില്ലെന്നും ഡോക്ടർ ജയകുമാർ പറഞ്ഞു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് അവിടെ ആദ്യം എത്തുന്ന വാസൻ സാറുമായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം, അവിടുത്തെ ആ ഒരു വലിയ ബഹളം, നമ്മൾ ഓടി അവിടെ വരുന്നേ ഉള്ളൂ, എല്ലാവരും ആൻഷ്യസ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല. ഒരാളുണ്ടോ എന്ന ഒരു സംശയം പറയുന്നു. സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനാണ് പറഞ്ഞത് ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു. അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞത്. ജോസി ബാബു ചേരുന്നു. ജോസി, വീഴ്ച നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ സൂപ്രണ്ട് അത് കുറച്ചുകൂടി ക്ലിയർ ആയി കാര്യങ്ങൾ പറഞ്ഞു. മന്ത്രിക്കെതിരെ അത്രയധികം പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതികരണം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സൂപ്രണ്ട് പറഞ്ഞത്? ഈ സംഭവത്തെ ലഘൂകരിച്ച് കാണിക്കാനുള്ള മന്ത്രിയുടെ പ്രതികരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ നേരിട്ട് ഈ പിഴവ് സമ്മതിക്കുന്നത്. അത് തന്റെ മാത്രം വീഴ്ചയാണ് എന്നാണ് സൂപ്രണ്ട് ജയകുമാർ പറയുന്നത്. മന്ത്രിക്ക് ആദ്യം ഈ പ്രാഥമിക വിവരങ്ങൾ എനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചതും കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല, ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വീഴ്ച സംബന്ധിച്ച സാഹചര്യത്തിൽ സൂപ്രണ്ടിനെതിരെ ഉടനെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ കലക്ടറുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കുമോ? സ്വാഭാവികമായും സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെയുള്ള നടപടിക്ക് സാധ്യത തെളിയുന്നുണ്ട്. അതൊരു പക്ഷേ കളക്ടറുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം മാത്രമായിരിക്കും ലഭിക്കുക അത്തരത്തിലുള്ളൊരു ഉത്തരവിറങ്ങുക. എന്തായാലും സൂപ്രണ്ടിന്റെ നടപടിയിൽ മന്ത്രിമാർക്കടക്കം വലിയ അമർഷമുണ്ടെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ട് പറയുകയുണ്ടായി. 10ാം വാർഡിലെ രോഗികളായിരിക്കും ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് കരുതിയിരുന്നത്. 11, 14 വാർഡുകളിലെ ശുചിമുറികൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നുവെന്നും സൂപ്രണ്ട് പറയുന്നു. 15 മിനിറ്റുകൾക്കകം വാർഡുകൾ ഒഴിപ്പിക്കുവാൻ സാധിച്ചു. രോഗികളെ ഡിസ്ചാർജ് ചെയ്യുവാൻ നോട്ടീസ് നൽകിയത് ഇന്ന് നിശ്ചയിച്ചവർക്ക് മാത്രമാണ്. അകാരണമായി ആരെയും ഡിസ്ചാർജ് ചെയ്യില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ 3 വാർഡുകൾ പുതിയ ബ്ലോക്കിൽ പ്രവർത്തനം തുടങ്ങി എന്നുള്ള കാര്യവും ഇപ്പോൾ ഔദ്യോഗികമായി മെഡിക്കൽ കോളേജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. 13, 12, 15 വാർഡുകൾ പുതിയതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിൽ മാറ്റി പ്രവർത്തനം തുടങ്ങി എന്നുള്ള കാര്യവും ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും ഓഫീസിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു. എന്തായാലും ഈ മന്ത്രിമാർക്ക് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ പങ്കുവച്ചത് താനാണ്. എനിക്ക് ആദ്യമായി ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വിവരം കൈമാറിയതെന്നാണ് സൂപ്രണ്ട് സമ്മതിക്കുന്നത്. ധന്യ. ശരി ജോസി.